ഈ ട്രക്കിങ്ങിലെ പരിചയസമ്പന്നത ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 10 വർഷത്തോളമായി ട്രക്കിംഗ് നടത്തുന്നതാണ്, പ്രകൃതിയെ കൂടുതൽ അറിയുന്ന ആളാണ്. ഒപ്പം തന്നെ അസാധാരണമായൊരു മനസാന്നിധ്യവും ഒക്കെയാണ് ശരണ്യക്ക് ഈ 4 ദിവസം ഈ മറികടന്ന് പോകാൻ തുണയായത്. വഴിതെറ്റി കുടക് മലയിലെ കൊടുങ്കാട്ടിൽ കഴിയുമ്പോഴും ഒരു ഘട്ടത്തിൽ പോലും പ്രതീക്ഷ കൈവിടിഞ്ഞിരുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട് ശരണ്യ. കാട് ചിലപ്പോൾ വഴി തുറക്കുകയും ചിലപ്പോൾ വഴി തിരിക്കുകയും ചെയ്യുന്ന മായികയാണെന്ന് കാടിനെ അറിയുന്നവർ പറയാറുണ്ട്. കാര്യമായ പരിചയമില്ലാതെ ഒരു രസത്തിന് കാട് കയറുകയും പെട്ടുപോവുകയും ചെയ്യുന്നവർ ഒരു രാത്രി കഴിയുമ്പോഴേക്കും തളർന്നു പോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവിടെയാണ് ശരണ്യ ഇങ്ങനെ ഊർജ്ജസ്വലയായി ഒരുപക്ഷെ മല കയറിയപ്പോഴുണ്ടായിരുന്ന അതേ ആവേശത്തോടെ 4-ാം ദിവസം ഒരു റെസ്ക്യൂ മിഷന് ശേഷം ഇറങ്ങി വരുന്നത്. ഫസ്റ്റ് ഡേ മോർണിംഗ് കുറച്ച് കാലൊക്കെ വേദനിച്ചുകൊണ്ട് നടക്കേണ്ട വിചാരിച്ചു. സെക്കൻഡ് ഡേ തൊട്ട് നല്ല വിസിബിലിറ്റിയുള്ള ഏരിയ ആണ് മേലെ, അപ്പോൾ ഡ്രോൺ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ കാണട്ടെ വെച്ചു. സെക്കൻഡ് ഡേ ഞാൻ അവിടെ നിന്നു. തേർഡ് ഡേ എൻ്റെ പ്ലാന് രാവിലെ 6 o'clock മേലത്തേക്ക് നടക്കുക എന്നായിരുന്നു. വർഷങ്ങളായി കാടും മലയും കയറുന്നവളാണ് ശരണ്യ. ശരണ്യയെ കാണാനില്ലെന്ന് പറയുമ്പോഴും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമുള്ള ധൈര്യവും അവളുടെ ഈ പരിചയം തന്നെയാണ്. അത്യാവശ്യം ട്രക്കിങ്ങുകളൊക്കെ ചെയ്യാറുള്ള ആളാണ്. സോളോ ആയിട്ടും കുറേ ട്രിപ്പുകളൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ശരണ്യക്കൊരു ചെറിയൊരു ട്രക്കാണ്. ഇതിലങ്ങനെ ചെറിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും പവർ ബാങ്ക് ഒക്കെ താഴത്തെ ബാഗിൽ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അറിയിക്കാതെ പോക്കുണ്ട്, അറിയിച്ചിട്ട് പോക്കുണ്ട്. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷിക്കും ഇങ്ങ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ വിവരം പറയുന്നുണ്ട് ഗൂഗിളിനായിട്ട്. അവിടുന്ന് തരിച്ചാണ് പോയത്. പിന്നെ കൊടകിൽ വേറെ സഹപ്രവർത്തകന്മാർ ആരുടെ ഉണ്ട്. പിന്നെ ഇറങ്ങിയപ്പോൾ ഇവരെ കാണുന്നില്ല എന്നുള്ളത്. വഴിതെറ്റിയെന്നറിഞ്ഞപ്പോൾ സുരക്ഷിതമായൊരു സ്ഥലത്ത് നിലയുറപ്പിച്ചു. വല്ലപ്പോഴും മാത്രം രക്ഷ തേടി ഒരു വിളി, അല്ലാത്തപ്പോൾ മനസ്സാന്നിധ്യം വിടാതെ കാത്തിരിപ്പ്. ഇത്ര പെട്ടെന്ന് തന്നെ തേടി ഒരു ദൗത്യ സംഘം എത്തുമെന്ന് ശരണ്യ കരുതിയിരുന്നില്ലത്രേ. വെറുതെ സ്ക്രീൻ ചെയ്തോ ആരെങ്കിലും കേൾക്കും. അങ്ങനെ ഞാൻ കുറച്ച് മേലേക്ക്, ഒരുപാട് മേലേക്ക് കയറിയപ്പം ഒരു മരത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു. ആ സമയത്ത് ആരുടെയും സൗണ്ട് കേട്ടു. അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എന്തോ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ ആക്ച്വലി ഒരു 4 or 5 kilometers away ആയിരുന്നു ആ ടൈം. കാടറിയുന്നവർക്ക് കാട്ടിലെ കുരുക്കുകളെ കുറിച്ചും അറിവുണ്ടാകും. അതുകൊണ്ട് തന്നെ ശരണ്യ ഇനിയും കാട് കയറുക തന്നെ ചെയ്യും. Very happy that Sharanya has returned healthy and without any damage. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.